സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം യാഥാർത്ഥ്യത്തിലേക്ക്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മലയാളികൾ ഒരുമയോടെ കൈകോർത്ത് ആവശ്യമായ 34.45 കോടി രൂപ സ്വരൂപിച്ചിരിക്കുകയാണ്. ശിക്ഷയ്ക്ക് 2 ദിവസം ശേഷിക്കെയാണ് ഇത്രയും വലിയ തുക സമാഹരിച്ചത്. കൂടാതെ സഹായിച്ച എല്ലാവർക്കും നന്ദിയെന്നും അബ്ദുൾ റഹീമിന്റെ അമ്മ ഫാത്തിമ ജനം ടിവിയോട് പ്രതികരിച്ചു. കോഴിക്കോട് നിന്നും ഗോകുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം അദ്ദേഹത്തിൻ്റെ മോചനദ്രവ്യമായ 34 കോടി രൂപ ഈ നാട്ടുകാരുടെ സുമനസാൽ ഈ നാട്ടുകാരൊക്കെ ചേർന്ന് സമാഹരിച്ചിരിക്കുകയാണ്. ഈ ഏപ്രിൽ 16 മുമ്പ് 34 കോടി രൂപ റിയാദിൽ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അബ്ദുൾ റഹീമിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടമാവുമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഈ ഏപ്രിൽ 16 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ 34 കോടി രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. പാത്തുമ്മ എന്നാണ് ഉമ്മയുടെ പേര്. ഉമ്മ, ഈ 34 കോടി രൂപ നമ്മൾ ഇപ്പൊ സ്വരൂപിച്ചിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? സ്വരൂപിച്ചിരിക്കുന്നവർക്ക് കൊടുക്കണ്ടേ? 34 33 കൊടുക്കണം. അത് കൊടുത്താലല്ലേ ഇപ്പം എൻ്റെ കുട്ടിക്ക് വരാൻ കഴിയുള്ളൂ. അവിടെ എത്തിച്ചു കൊടുക്കട്ടെ, എൻ്റെ കുട്ടി ഇങ്ങോട്ട് എത്തിച്ചു തരട്ടെ, അത്രയല്ല പറയാണ്ട്. 33 മതി എന്ന് പറഞ്ഞാൽ പിന്നെ 1 കോടി നമുക്ക് ഉണ്ടാവും അല്ലേ? അപ്പം നമുക്ക് എടുക്കാം. 18 വർഷത്തിന് ശേഷമാണ് ഉമ്മ മകനെ നേരിൽ കാണുന്നത്. അപ്പോൾ എത്രയും കാലത്തെ പ്രാർത്ഥനയൊക്കെ നടപ്പിലാവാൻ പോവുക. എന്താ ഈ സമയത്ത് ഉമ്മയുടെ ഒരു വികാരം? എന്താ വിചാരം? എൻ്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചിട്ട് എനിക്ക് എൻ്റെ മോനക്കും അള്ളാഹു കയറ് തന്നെ നല്ല ജീവിതം ജീവിച്ച് മക്കളുടെ നല്ല മട്ടത്തിൽ മരിച്ചു വിരണം. അതാണ് എൻ്റെ ആവശ്യം. അതിന് അള്ളാഹു ഉറക്കം ചെയ്ത് തരട്ടെ എന്ന് മാത്രം പറയാം. വേറൊന്നും പറയാം. എൻ്റെ കുട്ടികൾ അലവരായി അവിടെ നടന്ന് എൻ്റെ കുട്ടി അവിടെ, ഞാനിവിടെ. എൻ്റെ ബാല്യമൊക്കെയും കഴിഞ്ഞ് എൻ്റെ കുട്ടിക്ക് ഇത്രയും വയസ്സായി. ഇനി ഓരോ കൂടെ നല്ല ജീവിതം ജീവിക്കണം, നല്ല ഈമാനോടുകൂടി മരിക്കണം. ഉമ്മയ്ക്കും ഉമ്മയുടെ കുടുംബത്തിനും മകനും വേണ്ടിയൊക്കെ ഒരു നാട് മുഴുവൻ ഒന്നായി വന്നിരിക്കുകയാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നോ ഈ തുക സംഘടിപ്പിക്കാൻ പറ്റുമെന്ന്? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ കുട്ടി ഇനി അവിടെ തന്നെ കുടുങ്ങി നിൽക്കും, ഞാൻ ഇവിടെ നേറി നിൽക്കേണ്ടി വരുമെന്നുള്ള വിചാരിച്ചോളാം. ഇത്രയും പെട്ടെന്ന് ഇതായി കിട്ടിയല്ലോ എന്നൊരു അള്ളാഹിനോട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹെ സ്തുതിക്കുക. നിങ്ങളെപ്പോലത്തെ ഒരു സ്തുതിക്കുക. നിങ്ങളൊക്കെ ഇതിന് മെനക്കെട്ടിട്ടല്ലേ ഇതിൻ്റെ കുട്ടിക്ക് എനിക്ക് കിട്ടിയത് എന്നുള്ളതിൽ എല്ലാവരും സ്തുതിക്കുക. ഇതിനുള്ള പറഞ്ഞ പോലെ അള്ളാഹ് തരും എല്ലാവർക്കും. മറ്റുള്ളവർക്ക് തരാൻ കഴിയില്ല. എത്രയും വട്ടം അള്ളാഹിനോട് ശുക്ർ ചെയ്യും, നന്ദി പറയും. ഇത്രയൊക്കെ പറയാനും ഒക്കെ എല്ലാവർക്കും ഇതിന് പറ്റുന്നവർക്കൊക്കെ. ഇതിനിടയിലെ ഉമ്മയെ ഈ അബ്ദുൾ റഹീം ഫോണിൽ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഞാൻ വർത്താനം പറയാൻ കഴിയില്ല. അപ്പം കണ്ടിരിക്കും മോനെ കണ്ടിട്ട് തന്നെ കണ്ണിന് വെള്ളം വന്ന് ഓനെ വിളിച്ചിട്ടും വെച്ച് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ മോനെ സലാം മറക്കാൻ എനിക്ക് കിട്ടൂല മോനെ. ആ കിട്ടി. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ഈ പെറ്റന്മാർ ഇത്രയും ദിവസമായിട്ട് സഹിക്കാൻ കഴിയുക. എനിക്ക് അള്ളാഹു ഉറപ്പ് തന്നിട്ട് ഞാൻ ജീവിച്ചിട്ടാൽ ഇനി എൻ്റെ കുട്ടിനോടൊത്ത് ജീവിക്കാനാണ് നിങ്ങളൊക്കെ ശ്രമിക്കും. ഇത്രയും പറയാൻ, വേറൊന്നും പറയാനില്ല. 18 വർഷത്തെ ഉമ്മയുടെയും അബ്ദുൾ റഹീമിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ കാത്തിരിപ്പ് സന്തോഷത്തോടെ പര്യവസാനിക്കുകയാണ്. ഈ നാട്ടുകാരാകെ സന്തോഷത്തിലാണ്. ഈ നാട്ടുകാരും ഈ സുമനസ്സുകളൊക്കെ ഒത്തൊരുമിച്ച് വന്നപ്പോൾ 34 കോടി രൂപ എന്ന് പറയുന്നത് വളരെ നിഷ്പ്രയാസം സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഈ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ നിന്ന് അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ പാത്തുമ്മയോടൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.